അങ്ങനെ ഞങ്ങൾ ഒരു ഇന്റർ എടുക്കാൻ വേണ്ടി വീണ്ടും നമുക്കൊരു പുതിയ സ്പോട്ടല്ല ഗിഫ്റ്റ് ചീപ്പ് മേടിച്ചതാ. അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു എനർജി ഇല്ല ചു. അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞങ്ങൾ വീണ്ടും ഒരു ലൊക്കേഷനിൽ വന്നതാ. ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീടിന്റെ ബാക്ക് സൈഡാ. ഇത് നമ്മൾ ഇതിനു മുമ്പും കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഒരു പ്രാവശ്യം കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അതെന്തോ കാണുന്നത് തൊട്ടടുത്തായിട്ട് റാവീസ് കിടില. ഞങ്ങളുടെ വീടിന്റെ ബാക്കിൽ ഇതേ കാണുന്നുണ്ട്. അതാ മുറ്റത്തിരു മൈന് റാവീസ് ആട്ടോ. അപ്പം വീട് ഇവിടെ അല്ല, വീട് ഇവിടുന്ന് കുറച്ചുകൂടെ നമുക്ക് പോണം. മുകളിലാണ്. ഇത് താഴെ തട്ടിക്കുന്നു നമ്മൾ മുകളിൽ. പക്ഷെ നമ്മൾ ഇത്ര അടുത്ത് റാവീസ് കാണിച്ചു കൊടുത്തിട്ടില്ലെന്നല്ലേ? ഇത്ര അടുത്ത് കാണിച്ചു കൊടുത്തില്ല. ഇവിടെ ഇതൊരു കടവാ അല്ലേ? ഇതൊരു കടവാ. ഈ കടവിൽ വന്നു നിന്ന് കഴിഞ്ഞാല് നമുക്ക് ഇവിടുന്ന് വള്ളത്തിൽ പോവാം. അതാ പറയുന്നത്, കടവത്തൊരു തോണി അടുത്തു കാറ്റില്ലാതെ. നല്ല കാറ്റ് ഇവിടെ, അടിപൊളി കാറ്റാ. പക്ഷെ തണല് ഈ ഒരു ഭാഗത്ത് തണലുണ്ട്. ഈ കടവിന്റെ അടുത്ത് ദൂണ്ടോ രണ്ടുപേര് വന്നപ്പോഴത്തേക്ക് അവിടെ കൊച്ചു വെള്ളമുണ്ട്, കുഞ്ഞു വെള്ളം. വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു. മാത്രമായിട്ട് കൊണ്ടുപോകുന്ന അവർക്ക് നഷ്ടം. അതുകൊണ്ട് 2 പേരോ 3 പേരൊക്കെ നമ്മൾ വന്നപ്പോഴേ നോക്കിക്കൊണ്ടിരിക്കും, ഇനി നമ്മൾ വെള്ളത്തിൽ പോകാനാണോ, അങ്ങനെയാണെങ്കിൽ അവർക്ക് പോവാന്ന് ചോദിച്ചു. നമ്മൾ വെള്ളത്തിൽ പോകാനല്ലോ. അല്ല, ഞങ്ങൾ ഇവിടെ ജസ്റ്റ് ഇത് എടുക്കാൻ വേണ്ടി വന്നു. പക്ഷെ സത്യം പറഞ്ഞ വിഷുവിന് മുമ്പ് വരണ്ടായിരുന്നല്ലോ. ഇവിടെ കൊന്നയുണ്ടായിരുന്നു, നമ്മളിത് ഓർത്തതേ ഇല്ല. സത്യം. ഇത് നോക്കി, ഇതെല്ലാം കൊന്നമരമായിരുന്നു. ഇപ്പൊ എല്ലാം മുട്ടയടിച്ച്. വിഷു ആയി കഴിഞ്ഞാൽ മുട്ടയടിച്ചു. ഇതുകൊണ്ടോ വള്ളത്തിൽ പോകുന്നുണ്ടോ? മോട്ടറാ അല്ലേ? അതെ, മോട്ടർ ഇല്ലാത്ത തുഴഞ്ഞു പോകുന്ന വെള്ളമുണ്ട്. ഞാൻ ഒരു തവണ എവിടെ നിന്നായിരുന്നു, നമ്മള് കാട്ടിൽ മേക്കതിൽ നിന്നാണോ ആണെന്ന് തോന്നുന്നു, വള്ളത്തിൽ നടുക്ക് നിന്ന് വന്ന് എന്റെ പൊന്നോ ഞാൻ പേടിച്ചു പോയി. കാരണം അവിടെ ചങ്ങാടമല്ലേ, അന്ന് എന്തോ ചങ്ങാടം അപ്പുറത്ത് പോയ സമയത്ത് പിന്നെ വള്ളം ഒങ്ങാണ്ടേ കിട്ടിയോളെന്ന് തോന്നുന്നു. അങ്ങനെ എല്ലാരും കേറി ഇരുന്ന്. കാട്ടിൽ മേക്കതില് പണ്ട് പണ്ട് വള്ളത്തിലാ പോകുന്നത്. ചങ്ങാട അല്ലല്ല, ഉണ്ട്. അന്ന് ഞാനും വള്ളത്തിൽ പോയിട്ടുണ്ട്. പക്ഷെ ഞാൻ നിന്ന് പോയി, കാരണം എല്ലാരും ഇരുന്ന്. അവസാനം എനിക്ക് നിക്കാനേ പറ്റിയോളൂ. പക്ഷെ ഇനി ആളുണ്ടെങ്കിൽ ആള് തോനെ വരുന്നതനുസരിച്ചിട്ട് പല സൗകര്യം. സംഭവം അടിപൊളിയാണ്. ഇപ്പൊ വേറെ ആൾക്കാരും കൂടെ വന്നു. അപ്പൊ വള്ളം വെയിറ്റ് ചെയ്ത് കിടക്കുക. ആള് തോനെ ഉണ്ടെങ്കിൽ വള്ളക്കാരന് ഇത്രയും നേരം ഒരാൾ മാത്രമേ ഉള്ളായിരുന്നു. പിന്നെ ഇപ്പൊ ഒരാളും കൂടെ വന്നപ്പോഴത്തേക്ക് വീണ്ടും ആൾക്കാരായി. അപ്പൊ സൗകര്യം. വള്ളത്തിൽ പോകുന്ന ഒരുപാട് പേരുണ്ടല്ലേ? വള്ളത്തിൽ പോകുന്ന ഒരു രസമാ. ഞാൻ ഇതുവരെയും ഇവിടെ വന്നിട്ട് വള്ളത്തിൽ പോയിട്ടില്ല. പക്ഷെ എനിക്ക് പേടിയാ, കാരണം നമ്മളിവിടെ കേറുന്ന ഭാഗമല്ല, നമ്മൾ നടുക്കോട്ടൊക്കെ എത്തുമ്പോഴത്തേക്ക് എന്റെ മനസ്സിൽ എന്താണെന്നറിയോ, വള്ളം മറിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ നീന്തും, ചത്തുപത്തില്ലെന്ന്. പക്ഷെ ഇവിടെ സ്ഥിരം പോകുന്നവർക്ക് പേടി ഉണ്ടാവത്തില്ല. സ്ഥിരം പോകുന്നവർക്ക് പേടിയില്ല, അവർക്ക് ഇതൊരു രസമല്ല, അവർക്ക് ഇതല്ലാതെ വേറെ മാർഗം ഇല്ല. അതാണ്. അല്ല, ബസ്സിൽ പോവാം. എനിക്ക് തോന്നി ഇതിന്റെ ഇടയിൽ തുരുത്ത് കണക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? തുരുത്ത് ഇവിടെ ഇല്ല, മറ്റേ സാമ്പ്രാണിക്കൊടിയല്ലേ ഉള്ളൂ. അല്ല, എന്താന്ന് വെച്ചാ ഞാൻ ഇപ്പൊ കണ്ടേ ഒരാളും മറ്റേ ബസ് ആവുമ്പോഴത്തേക്ക് എല്ലാടെ നിർത്തിയല്ലേ പോകുന്നത്. പിന്നെ തിരക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇത് തിരക്കില്ലല്ലേ? ഇല്ല, ഇത് പെട്ടെന്ന് അങ്ങ് പോവാൻ പറ്റും. ഇനി ആള് വരുക, വെയിറ്റ് ചെയ്ത് സമയമുണ്ട് ഇതിന്, ഓരോ വള്ളത്തിനും. ആ സമയമാകുമ്പോഴത്തേക്ക് ആളുകൾ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ബോട്ടുണ്ട്, ബോട്ടിന്റെ സമയമാകുമ്പോഴത്തേക്ക്. പക്ഷെ എനിക്കൊരാഗ്രഹമുണ്ട്, നമ്മുടെ കൊല്ലത്ത് അല്ലെങ്കിൽ ഇവിടെ സൗകര്യമുണ്ട്. നമുക്ക് നടന്നു വരാനുള്ള ദൂരമേ ഉള്ളൂ. നമുക്ക് ഒരു ദിവസം ഇവിടെ വന്നിട്ടേ ബോട്ടിൽ പോകാം. നമ്മൾ ഒരുപാട് നാളുകൊണ്ട് പറയുന്നു, പക്ഷെ ഇതേവരെ നടന്നില്ല. എനിക്ക് കുഴിപ്പുര വരെ പോകണം, തിരിച്ചിങ്ങോട്ടും കൂടെ ഇവിടം വരെ വരണമെന്നുണ്ട്. ഈ കടവ് അല്ലെങ്കിൽ നമ്മുടെ അവിടെ ഒരു കടവുണ്ടല്ലോ, അവിടെയും വരത്തില്ലേ വള്ളം? നമ്മുടെ അവിടെയും വരും. അപ്പൊ അവിടെ നിന്ന് കയറിയാൽ യഥാർത്ഥത്തിൽ ആ കടവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവഴി പോകുന്ന നേരെ അങ്ങ് പോകുന്നതാണ് ആ കടവ്. കുറച്ച് നടക്കാനേ ഉള്ളൂ. പക്ഷെ എനിക്ക് തോന്നുന്നു അതാന്ന് തോന്നുന്നു, ആ കടവാന്ന് തോന്നില്ലേ എളുപ്പം. അത് കടവ് കണക്ക് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കടവ് കണക്ക് സെറ്റ് ചെയ്തിട്ടില്ല. ശ്രദ്ധിച്ചു. അത് ഒരു കാര്യമുണ്ട്, ഇവിടെ വള്ളം എടുക്കും, ബോട്ട് എടുക്കുന്ന ഇവിടെ അല്ല, വള്ളത്തിൽ നമുക്ക് ബോട്ടിൽ പോവാം. ബോട്ട് അവിടെ എടുക്കും, ബോട്ടിൽ പോവാം. അപ്പൊ ഇനി ആരെങ്കിലും വരാനുണ്ടോ എന്ന് അറിയത്തില്ല, കാരണം ഇവർക്ക് സമയം അറിയാലോ. അതെ, ഇപ്പൊ ഏകദേശം ആളായെന്ന് തോന്നുന്നു. വള്ളത്തില് ഓരോരുത്തരൊക്കെ കയറി ഇരിക്കുന്നു. ഞാൻ ആദ്യം എന്റെ ഒരു സംശയം, ഈ ഉച്ചക്ക് പോകുമ്പോഴത്തേക്ക് നല്ല വെയിലായിരിക്കത്തില്ലേ? അതാ ഞാൻ ഈ വെയിൽ, പിന്നെ കാറ്റുള്ളതുകൊണ്ട് ചൂടധികം അറിയത്തില്ലായിരിക്കും. പക്ഷെ എന്നാലും ഇപ്പൊ തന്നെ അച്ഛനെ കണ്ടോണ്ടല്ലോ, വെട്ട ഒട്ടുമില്ല. കാര്യം അത്രത്തോളം വെയിലടിച്ച് കായലിൽ ഇങ്ങനെ കിടക്കുന്നോണ്ട് നമുക്ക് വീഡിയോ എടുക്കുമ്പോഴും അത്രയും വെട്ടം കിട്ടുന്നില്ല. വീണ്ടും ആളുകൾ വന്നുകൊണ്ടിരിക്കുക, സമയം അവർക്കറിയാം, ഏകദേശം അറിയാൻ തോന്നുന്നു. അതുകൊണ്ടായിരിക്കും ആള് വന്നോണ്ടിരിക്കും. നമ്മൾ വന്നപ്പോ ഒരാളെ ഉള്ളായിരുന്നു, പിന്നെ അടുത്ത ആള് വന്നു, അങ്ങനെ ഓരോരുത്തരിങ്ങനെ വന്നു. പക്ഷെ നല്ല രസമാണ് കാണാൻ. അതെ, നല്ല രസമുണ്ട്. പക്ഷെ ഇവിടെ എല്ലാരും വള്ളത്തിൽ കണ്ട വെയില് കൂടുതലായോണ്ടാ കൊടയും പിടിച്ചിരിക്കുന്നത് വള്ളത്തില്.
പക്ഷെ അടിപൊളിയാണ്, കായലൊക്കെ അടിപൊളിയാണ്. ആ ഭാഗത്ത് കാണുന്നത് ഒരു കൊട്ടാരമാണ് അല്ലേ? ഇപ്പൊ അവിടെ എന്തോ ഇത് നമ്മുടെ റാവിസ് ഏറ്റെടുത്തെന്ന് പറയുന്നു അല്ലേ? ക്ലിയർ ആവത്തില്ല. അതാ കാണുന്നത് അതൊരു കൊട്ടാരം. അതിപ്പോ റാവിസിന്റെ കയ്യിലാണെന്ന് പറയുന്നു. അതായത് റാവിസിന്റെ എന്തോ ഒരു സംഭവമാണെന്ന് പറയുന്നു. എന്തോന്ന് എനിക്കറിയില്ല. അവിടെ വെച്ച് വലിയ വലിയ വെഡിങ് ഒക്കെ നടക്കുന്നത് അവിടെ. നാളൊരു കല്യാണം ഉണ്ടായിരുന്നു അവിടെ വെച്ച്. ഭയങ്കര വലിയൊരു ഇവന്റ് അവിടെ വെച്ച് നടന്നായിരുന്നു. അടുത്ത ആള് വന്നു. നമ്മൾ നിന്നപ്പോ എത്ര പേര് വന്നു? ഫുൾ ആയിട്ടേ പോത്തോളൂ. ഇനി ആള് വന്നു കഴിഞ്ഞാൽ ചിലപ്പം നിൽക്കുമായിരിക്കും, എനിക്ക് കറക്റ്റ് അറിയത്തില്ല. പക്ഷെ എന്തായാലും ഒരാളെ കൊണ്ടുപോകത്തില്ല. അത് പോകത്തില്ല, നഷ്ടം. കാരണം നമ്മൾ അന്ന് മറ്റേ എവിടെയാ നമ്മുടെ പള്ളിയുടെ താഴെയായിട്ട് നമ്മൾ പോയി വീഡിയോ എടുക്കാൻ നിന്നപ്പം കണ്ടില്ലേ, ഒരാളായപ്പം പോയില്ല, ഒരാളും കൂടെ വന്നപ്പോഴത്തേക്ക് അവര് പോയി. പക്ഷെ ഇവിടെ എന്നിട്ട് ഭയങ്കര വെയില്, പക്ഷെ നല്ല സൂപ്പർ കാറ്റാട്ടോ. ഭയങ്കര ചൂടായിരിക്കുന്നു, പക്ഷെ ഒരു ചൂടില്ല. മരത്തിന്റെ അടിയിൽ വന്ന് നിന്ന് നമുക്ക് തോന്നത്തില്ല, ചൂട് തോന്നത്തില്ല. അതുപോലെ തന്നെ നമ്മുടെ പാലത്തിലും ആ മരത്തിന്റെ അവിടെ വന്നു കഴിഞ്ഞാൽ ഇത്രയും വെയിലടിച്ചാലും ഒരു ചൂടും തോന്നത്തില്ല. നല്ല കാറ്റാ. നീ വെയിറ്റ് ചെയ്തിരിക്കും. വെള്ളം സ്റ്റാർട്ട് ചെയ്ത് വള്ളത്തിനെ കാണിക്കൂ. വെള്ളത്തിനെ കാണിച്ചു തരാട്ടോ. എഞ്ചിനൊക്കെ വെച്ച വെള്ളം തുഴയുണ്ട. എഞ്ചിനാ മറ്റേ യമഹ എഞ്ചിനല്ല, മറ്റേ ചെറിയ എഞ്ചിനാന്ന് തോന്നല്ലേ? കണ്ടാ, ആന്ന് ചെറിയ എഞ്ചിനാ, അല്ല കുഞ്ഞ് എഞ്ചിനുണ്ടല്ലോ, എന്തുവാ അതിനെ പറയുന്നത്? ഒരാള് ഇത് വെറും കുഞ്ഞു വെള്ളമാ. ഇത് കുഞ്ഞു വെള്ളമോ? നടുക്ക് ഭാഗം കണ്ടാ താന്ന് കിടക്കുന്ന. എനിക്കൊന്ന് അവിടെ വെയിറ്റ് കൂടുതല് അല്ലേ ആന്ന് തോന്നുന്നു. ഞാൻ കാണിച്ചു തരാട്ടോ ക്ലിയർ ആയിട്ട്. ഇവിടെ വയ്ക്കാം. കണ്ടാ, കുഞ്ഞു വെള്ളമാ. അത് മറ്റേ യമഹ മോട്ടറൊന്നും അല്ല. സൗണ്ട് കണ്ടാ മോട്ടറിന്റെ? ഇത് മറ്റേ ഇല്ല മോട്ടറാന്ന് തോന്നുന്നല്ലേ? എന്തുവാ മോട്ടറിന്റെ പേര്? എനിക്ക് മോട്ടറിന്റെ പേരൊന്നും അറിയില്ല. എനിക്ക് തോന്നുന്നില്ല, ഹോണ്ടയുടെ മോട്ടറാന്ന് തോന്നുന്നു. ഹോണ്ടയുടെ മറ്റേ രസമുണ്ട് കേട്ടോ, സംഭവം നല്ല രസമാണ്. ഇവിടെ സമയം പോകുന്ന അറിയത്തില്ല. കുഞ്ഞിലെ ഞങ്ങള് ഇവിടുന്ന് നമ്മുടെ 18ാം പടിയുടെ അവിടം വരെ പോണ്ടെന്ന് തോന്നുന്നു. അവിടെ നിന്നൊരു കടത്തുണ്ട്. അങ്ങനെ അവിടുന്ന് അച്ഛൻ നമ്മുടെ ആശ്രാമ അമ്പലത്തിൽ കൊണ്ടുപോയിട്ടുണ്ട്. ഇവിടുന്ന്? ആശ്രാമ അമ്പലത്തിന്റെ ബാക്കിൽ കടത്തിൽ വന്ന് ഇറങ്ങാം. അന്ന് ഞാൻ കരച്ചിലായിരുന്നു, എനിക്ക് പേടി ഇതിനകത്ത് കയറാൻ. അയ്യോ ഞാൻ മരിച്ചു പോവോ, സത്യം പറഞ്ഞ വള്ളം അറിയോ. ഇപ്പോഴും പേടിക്കൊരു കുറവില്ല. അച്ഛന് സത്യം പറഞ്ഞ എല്ലാത്തിനും പേടിയാ. അന്നത്തോടെ ഞാൻ നിർത്തി. ഞാൻ പറഞ്ഞു ഇനി ബസ്സിലോ വല്ലതും പോവുകയാണെങ്കിൽ പോയാൽ മതി, സത്യം പറഞ്ഞ വള്ളത്തിൽ പോവാൻ ഞാൻ വരത്തില്ല. അതൊന്നുമല്ല, അച്ഛന് എല്ലാത്തിനും പേടിയാ. എല്ലാ കാര്യത്തിനും അച്ഛന് പേടിയാ. അത് അമ്മയുടെ അടുത്തൊക്കെ ചോദിച്ചു നോക്കുക, അച്ഛൻ എല്ലാ കാര്യത്തിനും പേടിയാ അല്ലേ? അതെ, എല്ലാത്തിനും പേടിയാ, ഭയങ്കര പേടിയാ. അച്ഛൻ ഇപ്പൊ ഒന്നും വേണ്ട, ഇപ്പൊ ഇവിടെ ഈ കടവ് ഞാൻ പറഞ്ഞു 2 സ്റ്റെപ്പ് ഇറങ്ങി നിന്ന് ഷൂട്ട്. ഞാൻ വരുന്നില്ല, ഞാൻ വീണ് കഴിഞ്ഞാൽ ഇറങ്ങുന്നതിന് മുമ്പേ മനസ്സിലാതാ. ഞാൻ ഇല്ല മുൻകൂട്ടി എല്ലാം പറയത്തില്ല. ഇല്ല പറയത്തില്ല, ഞാൻ വീണം കാണാൻ പോവും, ഞാൻ അതൊക്കെ ചിന്തിക്കുമെന്ന് എനിക്ക് വന്നു. ഞാൻ ചിന്തിക്കും. ഇല്ല സിനിമയിലെ കാണുന്ന ഫ്രണ്ടിൽ തടി ലോറി പോകുമ്പോഴത്തേക്ക് നമ്മളില്ല പറഞ്ഞു, തടി ലോറി, ആ തടി അങ്ങാണം പൊട്ടി വീണ് എന്ന് പറഞ്ഞ നേരത്തെ പ്രിക്കോഷൻസ് എടുക്കുന്നതല്ലേ എന്തുകൊണ്ട് നല്ലത്. അല്ല ഈ പറഞ്ഞ സംഭവം സെയിം സംഭവം തടി ലോറി വരുമ്പോ പറയും, തടി ലോറി നമുക്ക് ഫ്രണ്ടിൽ പോവാം, അല്ലെങ്കിൽ കുറെ ബാക്കിൽ പോവാം. മറ്റേ ഈ പെട്രോൾ ഒക്കെ കൊണ്ടുപോകത്തില്ലേ, ആ വണ്ടി കാണുമ്പോഴും അത് പറയുമ്പോഴും അതിനകത്ത് തന്നെ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണമെന്ന് എഴുതിയിട്ടുണ്ട്. എപ്പോഴും നമുക്ക് അപകടം പറ്റുന്നതെന്ന് അറിയത്തില്ലല്ലോ. അങ്ങനെ പറഞ്ഞതല്ല, നമ്മൾ തന്നെ നമ്മുടെ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതാ, അത്രേ ഉള്ളൂ. പക്ഷെ ഇവിടെ നല്ല രസമുണ്ട് കേട്ടോ. റാവിസ് ഇത്ര അടുത്ത് കാണാൻ പറ്റിയ ഒരു സ്പോട്ട് വേറെ ഉണ്ടെന്ന് എനിക്ക് എന്റെ അറിവില്ല. പിന്നെ റാവിസിന്റെ വേറെ സൈഡിൽ നിന്ന് കാണണമെന്നുണ്ടെങ്കിൽ കുഴിപ്പുഴ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു കടമുണ്ട്. ആ കടയിൽ പോയി ഇതിപ്പോ നമ്മൾ നിൽക്കുമ്പോഴത്തേക്ക് റാവിസിന്റെ ബാക്ക് സൈഡും റാവിസിന്റെ റൈറ്റ് സൈഡും കാണുന്നത്. ബാക്കും റൈറ്റും. പാലത്തിൽ നിൽക്കുമ്പോഴത്തേക്ക് ഫ്രണ്ടും ലെഫ്റ്റും കാണുന്നത്. വേറൊരു സംഭവം ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് റാവിസ് കാണാനാണെങ്കിലും ഇതിനാണെങ്കിലും ലോ ബഡ്ജറ്റിൽ പോലുള്ള ഒരു സംഭവം ഉണ്ട്. എന്താണെന്നറിയോ? മറ്റേ നമ്മുടെ ഗവൺമെന്റിന്റെ ഒരു സംഭവം ഉണ്ട്. ഒരു ദിവസത്തേക്ക് അടിപൊളിയാണ്. ഫുഡും എല്ലാം ഉണ്ട്. സി അഷ്ടമുടി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. നിങ്ങൾക്ക് അതും ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡ് അടുത്ത് സ്റ്റാർട്ട് ചെയ്യും. 11 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കറങ്ങി വൈകുന്നേരം ആകുമ്പോൾ തിരിച്ചു വരും. ഫുഡിനൊക്കെ എക്സ്ട്രാ കേട്ടോ, ഫുഡ് എക്സ്ട്രാ പൈസ. ഉച്ചയ്ക്ക് ഫുഡ് ഉണ്ട്, ഈവനിങ് സ്നാക്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് അതിലും ചെലവ് കുറച്ച് ഈ പറഞ്ഞ റാവിസും ഈ കായലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചുറ്റി കണ്ടാൽ മതി എന്നുണ്ടെങ്കിൽ നേരെ നമ്മുടെ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡ് അവിടെ ഇറങ്ങാം. ഇറങ്ങിയിട്ട് അവിടുന്ന് ഇതുണ്ട്, ബോട്ട് എടുക്കാം. ആ ബോട്ട് എടുക്കാം. ബോട്ട് എടുത്തു കഴിഞ്ഞാൽ ബോട്ട് ഇങ്ങനെ എത്രയാന്ന് എനിക്ക് അറിയത്തില്ല. 1000 അതല്ല, നമ്മളെ പബ്ലിക് ട്രാൻസ്പോർട്ട് മറ്റേ ബോട്ടില്ലേ നമ്മുടെ, അതിന് റേറ്റ് കുറവാ. അത് റേറ്റ് കുറവാ. ആ ബോട്ട് ഹൗസ് ബോട്ടിന്റെ റേറ്റ് കൂടുതല. അത് ഒരാൾക്ക് 1000 രൂപ വരും, 12 പേരോ 14 പേരോ കണ്ട വേണം.
പക്ഷെ ആളിന്റെ എണ്ണം കൂടുന്നതനുസരിച്ച് റേറ്റ് കുറയും, ഓരോരുത്തർക്ക് റേറ്റ് കുറയും. അല്ല അതൊന്നുമല്ല, പക്ഷെ അതില് ഫുഡും എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്, സംഭവങ്ങളെല്ലാം ഉണ്ട്, ഇൻക്ലൂഡഡ് എല്ലാം ഉണ്ട്. അതൊന്നുമല്ല ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ, നിങ്ങൾ അതെടുത്തു കഴിഞ്ഞാൽ കുറച്ച് സമയമുള്ളൂ. കുറച്ച് സമയം എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും നിർത്തി നേരെ അങ്ങ് ലാസ്റ്റ് സ്റ്റോപ്പ് വരെ പോകും. നമ്മള് സാമ്പ്രാണിക്കൊടിയിൽ പോവോ? ഇല്ല, അതെനിക്ക് അറിയില്ല. നമുക്ക് ഒരു പ്രാവശ്യം ഹൗസ് ബോട്ടിലാണെങ്കിൽ നമുക്ക് സാമ്പ്രാണിക്കൊടി ഒരു സ്റ്റോപ്പ് ഉണ്ട്. അവിടുന്ന് പിന്നെ നമ്മള് മൺട്രോ കാണിക്കത്തേ ഉള്ളെന്ന് തോന്നുന്നു. ചിലതൊക്കെ മൺട്രോയിൽ ഇറക്കത്തില്ല. അല്ല, ചിലതൊക്കെ ഇറക്കുന്നതും ഉണ്ട്. അത് പാക്കേജിന് റേറ്റ് കൂടുതലായിരിക്കും. എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്, അത് തിരക്കി വെക്കുക. ലോ ബഡ്ജറ്റിൽ പോകാനാണെന്നുണ്ടെങ്കിൽ നേരെ ഇത് വരിക, നമ്മളെ KSRTC പോലെ തന്നെയാണ് വാട്ടറിനകത്തുള്ളത് അല്ലേ, ആ സെയിം സംഭവം. കയറുക, എല്ലാ സ്റ്റോപ്പിലും പോവും, കായൽ മൊത്തം നല്ലോണം കാണാം, റാവിസ് കാണാം, പിന്നെ വേറെ അവിടെ ഒരു വിളക്കേന്ത്യ വനിതയുണ്ട്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഇതെല്ലാം കണ്ട് പോയിട്ട് തിരിച്ചിങ്ങി വരാം. നല്ല രസമാണ്, സിമ്പിൾ, നല്ല രസമാണ്. അപ്പൊ ഇനി ഞങ്ങൾ ബാക്കി ഇതൊന്ന് ഷൂട്ട് ചെയ്തെടുക്കട്ടല്ലേ? അതെ, എന്നിട്ട് നമുക്ക് വീട്ടിൽ പോകണം, ഫുഡ് കഴിക്കണം. ഡെയിലി വ്ലോഗ് ഇടാനായിട്ട് ഭയങ്കര താല്പര്യമുണ്ട്. നമുക്ക് എന്തെങ്കിലും നമ്മള് എന്ന് ഇങ്ങനെ പറഞ്ഞു വരുന്നോ പിന്നെ നടക്കത്തില്ല. സത്യം ഭയങ്കര തടസ്സങ്ങളാണ്, എന്താണെന്തോ. അതുമല്ല എന്തൊക്കെയൊക്കെയോ പ്രശ്നങ്ങളൊക്കെയാ അല്ലേ, ഒന്നും അങ്ങോട്ട് പിടികിട്ടുന്നില്ല. ഇല്ലേ പറഞ്ഞ ഹോമം വേണം. എന്തായാലും ഞങ്ങള് ഒന്ന് ബാക്കി ഷൂട്ട് ചെയ്തിട്ട് വരാം. ഓക്കെ, ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. നമ്മൾ ഇവിടുന്ന് വീട്ടിലേക്ക് പോകാൻ പോകുന്നു. നമുക്കിവിടെ നടന്നു വേണേലും പോകാൻ കേട്ടോ. പക്ഷെ എന്റെ അടുത്ത് ഇതുവരെ ഇന്ന് വരെ ഏട്ടൻ കാണാത്തൊരു വഴി കൂടെ ഏട്ടനെ കൊണ്ടുപോകാൻ പോവാ. അതെ, ഇത്രയും. പക്ഷെ ബൈക്കില്ലായിരുന്നെങ്കിൽ നമുക്ക് സ്റ്റെപ്പ് കയറി പോയാൽ മതിയായിരുന്നെങ്കിൽ നമുക്ക് ആ വഴി പോകാം. അത് എളുപ്പമായിരുന്നു. സ്റ്റെപ്പ് ഇറങ്ങി വീട്ടിൽ നിന്ന് സ്റ്റെപ്പ് ഇറങ്ങി പോയാൽ സുഖമാണ്. ഇതാ പറയുന്നതിന് ഉപയോഗം. പക്ഷെ വണ്ടി പോത്തില്ല, സ്റ്റെപ്പ് കൂടെ പോത്തില്ലല്ലോ. ഇനിയിപ്പോ നമുക്ക് പോയാലോ? ഇനി നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോവുകയാണ്. ഇതാണ് ഏട്ടൻ കണ്ടിട്ടില്ലാത്ത വഴി. ഇതെവിടെ വന്ന് കയറും? ഇതെവിടെയോ വന്ന് കയറും. എന്നൊക്കെ വഴി അറിയാമോ? അയ്യോ, നമ്മള് പോയിക്കൊണ്ടിരിക്കുക. ഫ്രണ്ടിൽ ഒരു ഓട്ടോ പോകുന്നുണ്ട്, അതാണ് നമുക്കൊരു താമസം. ഇതെവിടെ വന്ന് കയറുന്നേ? ഇത് വന്ന് കയറുന്നത് നമ്മള് മറ്റേ എവിടുന്നാ, നമ്പാരത്തുനിന്ന് വന്ന് കയറത്തില്ലേ? നമ്പാരത്തുനിന്ന് ഒരു വഴി കയറത്തില്ലേ? എനിക്ക് അറിഞ്ഞൂടാ. അതുവഴിയാണ് ഇത് വരുന്നത്. ഇവിടുന്ന് ലെഫ്റ്റ് എടുത്തു പോവാം നമുക്ക്. മറ്റേ നമ്മൾ താഴെ കൂടെ അല്ലേ പോകുന്ന, ഇവിടുന്ന് ലെഫ്റ്റ് എടുത്തു പോവാം. ലെഫ്റ്റ് എടുത്തോ. ഏത് വഴി? അങ്ങനെ വീട്ടിലെത്തി. അപ്പോഴാണ് നമ്മുടെ വീട്ടില് മെയ് ഫ്ലവർ കിളിച്ച് നിൽക്കുന്നത് അല്ലേ. സംഭവം വാടി തുടങ്ങിയല്ലേ? വാടി തുടങ്ങി. ആദ്യം അടിപൊളി ഒരു റെഡ് കളറാ. ഇതാണ് മെയ് ഫ്ലവർ. പക്ഷെ ഇതിപ്പം മെയ് ആയില്ലല്ലോ. മെയ് ആയില്ല, പക്ഷെ ഈ പൂവിന്റെ പേര് മെയ് ഫ്ലവർ എന്നാ. മെയ് ആവുന്നതിന് മുമ്പേ കിളിക്കും. മെയ് ആവുമ്പോഴത്തേക്ക്, മെയ് പകുതിയൊക്കെ ആവുമ്പോഴത്തേക്ക് വാടും. മെയ് ആവുമ്പോ കിളിക്കൂ? അല്ല, മെയ്ക്ക് മുന്നേ കിളിക്കും. സോറി, മെയ്ക്ക് മുന്നേ കിളിക്കും. മെയ് ഒക്കെ കഴിയുമ്പോഴത്തേക്ക് വാടും. പക്ഷെ ഇപ്പം വെയിലുണ്ട് നമ്മൾ വാടി. ഇപ്പം അവരും വാടി. മുമ്പ് ഇത്രയും ഇതില്ലായിരുന്നല്ലോ. എന്തുവാ വെയില്. ഈ ടൈമിലൊക്കെ മുമ്പ് മഴയല്ലേ? അതെ, സത്യം. പക്ഷെ ഭയങ്കര ചൂട് കേട്ടോ. വീട്ടിലെത്തി. ഇനി അമ്മയുണ്ടോ? ഗസ്റ്റ് ഉണ്ടേ, പറഞ്ഞു നോക്കട്ടെ. ആദ്യം സോക്സ് ഊരിയിട്ടെ, എന്നിട്ട് അകത്തോട്ട് കയറാം. അച്ചു തുറടാ. അങ്ങനെ നമ്മൾ വീട്ടിൽ വന്നിരിക്കുകയാണ് ഗൈസ്. എത്തി. ഇനി ഇത് ഊരട്ടെ. അയ്യോ, തളർന്നുപോയി. വെയില് വന്ന് ഏറിയപ്പോ ഒരു ആശ്വാസം. സത്യം. ഇത്രയും നേരം എന്തൊരു ചൂടായിരുന്നു ഈശ്വര. വെയിലിന്റെ ചൂടേ ഉള്ളായിരുന്നു. അവിടെ ഇന്നപ്പോ തണുപ്പുണ്ടായിരുന്നു. പക്ഷെ വെയിലിന്റെ ചൂട് സഹിക്കാൻ വയ്യ. എവിടെ? ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. അപ്പൊ ഇനിയിപ്പോ നമുക്ക് പോയി ചോറ് കഴിക്കാം. എന്താ ഉള്ളത് നോക്കട്ടെ. പോയി ചോറ് റെഡി ആയിട്ടുണ്ട്. സംഭവം എന്തൊക്കെയാ ഉള്ളതെന്ന് വെച്ചാൽ ഇന്ന് വലുതായിട്ടൊന്നുമില്ല. ചെറിയ ഇല്ലേ, ചോറുണ്ട്, ക്യാബേജ് തോരൻ, മുട്ട വറുത്തത്. ഞാൻ കുറച്ച് ചമ്മന്തി എടുത്തോളൂ. ഞാനും അത് തന്നെ. ഞാൻ പക്ഷേ തീയലെടുത്തില്ല, ചമ്മന്തി ഇത് ഇത്രയേ ഉള്ളൂ.
തീയല് വേണ്ടെന്ന് പറഞ്ഞു, ഞാൻ തീയലെടുത്തു. എനിക്ക് തീയൽ ഇഷ്ടമല്ല. പക്ഷെ കുഞ്ചി തീയലാണെങ്കിൽ ഇഷ്ടമാണ്. കുഞ്ചി തീയലാണെങ്കിൽ ഇഷ്ടമാണ്, നോർമൽ തീയൽ ഇഷ്ടമല്ല. എന്നാ എന്നെ കഴിച്ചിട്ട് വന്നാലോ? ഓക്കെ. അപ്പോൾ ഇനിയിപ്പോൾ കഴിച്ചിട്ട് കാണാം കേട്ടോ. അങ്ങനെ അച്ഛൻ പെസഹ അപ്പം മുറിക്കുകയാണ്. അങ്ങനെ നമ്മൾ പെസഹ അപ്പവും പാലും കൂടെ കഴിക്കുക. നമ്മളിവിടെ ഇത് ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്ന, ഇന്ന് അമ്മ അയച്ചും കൂടെ ഉണ്ടാക്കിയതാ. കൊള്ളാം. ഔട്ട്ഡോർ പറയാൻ വിട്ടുപോയി. ഇപ്പൊ നമ്മള് കുറെ നാളോട് പറയുന്നില്ല, അതുകൊണ്ട് വിട്ടുപോയതാട്ടോ. മിക്കവാറും വിട്ടു ഔട്ട്ഡോർ പറയാനായിട്ട്. അപ്പൊ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടേ? നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അത് മാത്രമല്ല നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഇതുവരെ ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് ഫോളോ ചെയ്യാനും മറക്കല്ലേ. ലിങ്ക് ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.